അപ്പോൾ എനിക്ക് 2 ദിവസം മുന്നേ കേക്ക് കഴിച്ചുകൊണ്ട് വേഗം ശ്വാസം മുട്ടൽ വന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അധികം വൈകിക്കാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ഏട്ടൻ വന്നപ്പോൾ ഞാനും ഏട്ടനും പിങ്കും കൂടെ ഏട്ടാ പോയത്. ആദ്യം ഞാനും ഏട്ടനും പോയി, പിന്നെ ആവി പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് കൊടുക്കല്ലേ, ഉറങ്ങിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ പിങ്കുവിനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി പോയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എത്ര ദൂരം വന്നല്ലേ, തണുപ്പത്ത് വന്നല്ലേ, നമുക്കൊരു കോഫിയും കൂടെ കുടിച്ചിട്ട് പോകാമെന്ന്. അവിടെ നമ്മുടെ സബിൻ ഹോസ്പിറ്റലിൽ അവിടെ ഒരു മെഷീൻ കോഫി ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു മെഷീൻ കോഫി മേടിച്ചായിരുന്നു. അപ്പോൾ അതിങ്ങനെ അവളുടെ ഇഷ്ടത്തിന് തുള്ളി കളിക്കാൻ അവളുടെ ഡാഡി ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അവൾക്ക് ഇഷ്ടത്തിന് കോഫി വാങ്ങിച്ചു കൊടുത്തു. അവൾ കൂടെ കറക്കി കൊണ്ടുപോയി, 2 പ്രാവശ്യം കറക്കാൻ കൊണ്ടുപോയി. പിന്നെ ഡാഡി എടുത്ത് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, വലിയ കാര്യത്തിൽ നിൽക്കുക. പിന്നെ ഞങ്ങൾ പുറത്തു കൂടെ വന്നപ്പോൾ അവിടെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു. ഞങ്ങൾ വന്ന് വട്ടം കറങ്ങും, മമ്മി എന്നാൽ വീഡിയോ എടുത്തരാണ്. അപ്പം കാണിക്കുന്ന പ്രശ്നം കേട്ടോ അത്. ഡാഡി ഇല്ലാത്തൊരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഡാഡി എല്ലാ താളത്തിനും തുള്ളി കൊടുക്കുകയും ചെയ്യും. പിറ്റേ ദിവസം ചോദിക്കുന്നുണ്ട്, മമ്മി ചായ കുടിക്കാൻ